ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു യൂട്യൂബ് ചാനൽ. ഇത് നമ്മൾ വന്നിരിക്കുന്നത് വെച്ചാൽ പച്ചമുളക് വെച്ചിട്ട് നമുക്ക് ഒരു റെസിപ്പി ഉണ്ടാക്കട്ടെ. അതിൽ പച്ചമുളക് അച്ചാർ നല്ലൊരു ടേസ്റ്റിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു 9 വലിയ പച്ചമുളക് എടുത്തിരിക്കേണ്ടത്. അത് എരിയില്ലാത്തതാണ് കേട്ടോ. ഇവിടെ കിട്ടുന്ന ചെറിയ മുളക് എരുണ്ടാവും, വലുത് എരുണ്ടാവില്ല. അപ്പോൾ അതാണ് എടുത്തിരിക്കുന്നത്. അത് വരണ്ട് കൊടുക്കണം. അതായത് നമ്മൾ മീൻ മുറിക്കുകയാണെങ്കിലും എല്ലാത്തിനും മസാല തേക്കുമ്പോൾ വരഞ്ഞു കൊടുക്കില്ല, അതേപോലെ ജസ്റ്റ് ഒന്ന് വരഞ്ഞു കൊടുക്കുക. എന്നാലും ഏതെങ്കിലും ഒരു സൈഡ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കീറി കൊടുത്താൽ മതി. എന്താണെന്ന് വെച്ചാൽ നമുക്ക് മസാല കേൾക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് പിടിക്കാനാണ് അതങ്ങനെ വരഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് എടുത്ത് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ലാസ്റ്റത്തെ ഞാൻ വരഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫുള്ളും വരഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇനി നമുക്ക് എന്താ വേണ്ടിച്ചാൽ അത് ആവി ആക്കണം, ആവിയിൽ വേവിച്ചെടുക്കണം. ഇഡ്ലി ചെമ്പിലാണ് ആക്കുന്നത്. നിങ്ങൾ എളുപ്പത്തിൽ നിങ്ങൾ ഏതിൽ വേവിച്ചെടുക്കണം വെച്ചാൽ നിങ്ങൾക്ക് അങ്ങനെ ആവി വെച്ചിട്ട് എടുക്കാം കേട്ടോ. ഒരു 10 മിനിറ്റ് നമുക്ക് ഇതുപോലെ ആവിയിൽ വേവിച്ചാൽ മതി. അതിന് ശേഷം 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ ജസ്റ്റ് ഒരുപാട് വേവൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് അത് തൊടുമ്പോൾ നല്ല സോഫ്റ്റ് പോലെ ആയിട്ടുണ്ടാവും. അതിന് ശേഷം നമുക്ക് ഓഫ് ചെയ്തിട്ട് ഒരു പാൻ വെക്കാം. പാൻ വെച്ചതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് കുറച്ച് കടുക് പൊട്ടിച്ച് കൊടുക്കാം കേട്ടോ. അതിന് ശേഷം കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുക. ചെറിയൊരു കളർ മാറുന്ന വരുമ്പോഴേക്കും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം കടുസും മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുത്തത്. എന്നിട്ട് നമുക്കൊന്ന് ജസ്റ്റ് വഴറ്റി കൊടുക്കുക കേട്ടോ. കരിയരുത്, ഫ്ലെയിം കുറച്ച് വെക്കണം. മസാലയും അതൊന്നും കരിയാൻ പാടില്ല. അതിന് ശേഷം 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ അതിൻ്റെ പച്ചമണം മാറുന്ന പോലെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്യാൻ ശേഷം എന്താ വെച്ചാൽ കറിവേപ്പില ഇട്ട് കൊടുക്കുക. നമ്മൾ ഇഷ്ടത്തിൽ തിളച്ചിട്ട് കൊടുക്കാം കേട്ടോ. കറിവേപ്പില നല്ലതല്ലേ. അപ്പോൾ കറിവേപ്പില ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒന്നുകൂടി ഇളക്കി കൊടുക്കാം. മെല്ലെ ഫ്ലെയിം തന്നെ കുറച്ചിട്ട് തന്നെ വെക്കണം. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇനി വേണ്ടത് എന്താ വെച്ചാൽ സുർക്കയാണ് വേണ്ടത്. നമ്മൾ അച്ചാറിനൊക്കെ ഒഴിച്ച് കൊടുക്കില്ല, അതേപോലെ കുറച്ച് ഒഴിച്ച് കൊടുക്കുക. ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. സുർക്ക ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല മിക്സ് ആക്കണം. ഇനി പൊടിയും സുർക്കൊക്കെ ജസ്റ്റ് ഒന്ന് ചൂടാവട്ടെ. അതിന് ശേഷം നമുക്ക് എന്താ വേണ്ടത് വെച്ചാൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ആ കുറച്ച് ഉപ്പിട്ടതിന് ശേഷം പിന്നെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒന്ന് ചൂടായിട്ട് വരട്ടെ. സുർക്കൊക്കെ ഒന്ന് ചൂടാവണം. ആ ഉപ്പിട്ടിട്ട് ഒന്നുകൂടി നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കത് തിളച്ച് വരുന്നുണ്ട്. ആ സുർക്കും മസാലകളൊക്കെ ഒന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വരുമ്പോൾ ഒന്നുകൂടി ഇളക്കി കൊടുക്കുക. അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം, അതിലേക്ക് നമ്മൾ ആവിയിൽ ആവിയാക്കി വെച്ചിരിക്കുന്ന പച്ചമുളക് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഈ സുർക്കയിൽ കിടന്നിട്ട് മുളകൊന്ന് അതുമ്മ പിടിച്ചൊന്ന് സെറ്റ് ആവാനുണ്ട്. അപ്പോൾ അതുവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനിയിപ്പോൾ ഈ സുർക്കൊക്കെ ഒന്ന് വെറ്റി ആ മുളകൊക്കെ ഒന്നുകൂടിയും സോഫ്റ്റ് ആവാനുണ്ട്. അപ്പോൾ അതുപോലെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അങ്ങനെ ഇളക്കി കൊടുക്കണമെന്നില്ല, ഫ്ലെയിം കുറച്ചിട്ട് ഇങ്ങനെ ഇട്ടാലും മതി. ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ടോയെന്നുള്ളൂ. അപ്പോൾ ആ ഗ്രേവിയൊക്കെ ഒന്ന് വെറ്റി തിക്കാവും. അപ്പോൾ അതുവരെ ഇളക്കി കൊടുക്കണം. ഗ്രേവി തിക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം 1/4 ടീസ്പൂൺ കായപ്പൊടിയാണ് ഇട്ട് കൊടുത്തത്. പിന്നെ ഒരു ചെറിയൊരു പീസ് ശർക്കര ഇട്ട് കൊടുത്തിട്ടാ. ശർക്കര പൊടി ഉണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ ചെറിയ പീസ് ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല. കാരണം അതിൽ നിന്ന് മെൽറ്റ് ആവാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെറിയ പീസാണ് ഇട്ട് കൊടുത്തത്. അപ്പോൾ അതിങ്ങനെ നമ്മൾ ഇനി ഇളക്കുമ്പോൾ ആ ചൂട് കണ്ടിട്ട് അതിനകത്ത് മെൽറ്റാവും. അപ്പോൾ ഇനിയും ഇളക്കി കൊടുക്കുകയാണ്. മെല്ലെ ഇനിയിപ്പോൾ അത് കായപ്പൊടിയും ശർക്കരയൊക്കെ ഒന്ന് സെറ്റ് ആവാണ്ടാവുമ്പോൾ പിടിച്ചിട്ട് അപ്പോൾ നല്ല കുറുകിയ ഒരു അച്ചാറിൻ്റെ ഒരു പരിവം പോലെ വരും കേട്ടോ. അതുവരെ ഒന്ന് പായി വരുന്നുണ്ട്. ഞാൻ മുളകൊക്കെ ഒന്നും കൂടിയൊക്കെ ഒന്ന് ഉടയും. ഇപ്പോൾ ഇളക്കി ലാസ്റ്റ് ഇപ്പോൾ ഗ്രേവിയൊക്കെ ഒന്ന് വെറ്റി മുളകൊക്കെ ഒന്നുകൂടി ഒന്ന് ഉടഞ്ഞ് ആയി വന്നിട്ടുണ്ട് കേട്ടോ. സെറ്റായത് അതേപോലെ അച്ചാറിൻ്റെ ഒരു അച്ചാറ് പോലെ തന്നെ ഉണ്ടാവും. അതേപോലെ ഉണ്ടാവും ആയി കിട്ടണം. ഇപ്പോൾ നമുക്ക് കുറച്ച് ഗ്രേവി വേണ്ടവരാണെങ്കിൽ ഇത്ര അങ്ങോട്ട് വെറ്റിക്കേണ്ട ആവശ്യമില്ല. ഒന്ന് കുറുകി തിക്ക് പോലെ ആക്കിയെടുത്തതാണ്. അപ്പം ഇങ്ങനെയാണ് ടേസ്റ്റ് കഴിക്കാനൊക്കെ. നമുക്ക് ആ മുളക് മാത്രം എടുത്തിട്ട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അതിനിപ്പോൾ ഗ്രേവി വേണ്ടവരാണെങ്കിൽ ഗ്രേവി മാത്രം അച്ചാർ പോലെ തൊട്ട് അങ്ങനെയും കഴിക്കാം. ഏത് രീതിയിൽ വേണമെങ്കിലും കഴിക്കാം. മുളക് എരിയില്ലാത്തതുകൊണ്ട് നല്ല രസമാണ് കഴിക്കാൻ, ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ കേട്ടോ. അപ്പോൾ ഒരു പ്രാവശ്യം വേറെ ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.